ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ദുർബലരാണ്, എന്നാൽ ഒന്നിച്ചു നിന്നാൽ നമുക്ക് വലിയ ശക്തിയുണ്ടെന്ന് പറയാറില്ലേ? ഈ ആശയം പങ്കുവയ്ക്കുന്ന ദ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്നൊരു മനോഹരമായ കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലളിതമായ ഇംഗ്ലീഷ് വാക്യങ്ങളിലൂടെ നമുക്ക് ഇംഗ്ലീഷ് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. The Bundle of Sticks. Once an old farmer had 4 sons who always argued. ഒരിക്കൽ ഒരു വയസ്സായ കർഷകന് എപ്പോഴും തർക്കിച്ചിരുന്ന 4 മക്കളുണ്ടായിരുന്നു. ഇവിടെ once എന്നുവെച്ചാൽ ഒരിക്കൽ എന്നാണ് അർത്ഥം. കഥകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഫാമർ എന്നാൽ കർഷകൻ. ഹാഡ് എന്നത് ഹാവ് ഉണ്ടായിരിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഹാവ് ഉണ്ടായിരിക്കുക, ഹാഡ് ഉണ്ടായിരുന്നു. ഓൾവേസ് എന്നാൽ എപ്പോഴും. ആർഗ്യൂഡ് എന്നത് ആർഗ്യൂ തർക്കിക്കുക എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് രൂപമാണ്, അതായത് തർക്കിച്ചിരുന്നു എന്നർത്ഥം. അപ്പോൾ an old farmer had 4 sons who always argued. ഒരിക്കൽ ഒരു വയസ്സായ കർഷകന് എപ്പോഴും തർക്കിച്ചിരുന്ന 4 മക്കളുണ്ടായിരുന്നു. He worried about their future if they stayed divided. അവർ ഭിന്നിച്ചു നിന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് അയാൾ ആശങ്കപ്പെട്ടു. worried എന്നത് worry ആശങ്കപ്പെടുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ആശങ്കപ്പെട്ടു എന്നർത്ഥം. their future എന്നാൽ അവരുടെ ഭാവി. if they stayed divided എന്നാൽ അവർ ഭിന്നിച്ചു നിന്നാൽ. stayed എന്നത് stay നിൽക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. divided എന്നാൽ ഭിന്നിച്ച അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ട. അപ്പോൾ he worried about their future if they stayed divided എന്നതിന് അവർ ഭിന്നിച്ചു നിന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് അയാൾ ആശങ്കപ്പെട്ടു എന്ന അർത്ഥം വരുന്നു. One day he called his sons and gave them a bundle of sticks. ഒരു ദിവസം അയാൾ മക്കളെ വിളിക്കുകയും അവർക്കൊരു കെട്ട് കമ്പുകൾ നൽകുകയും ചെയ്തു. One day എന്നാൽ ഒരു ദിവസം. called എന്നത് call വിളിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് വിളിച്ചു. call വിളിക്കുക, called വിളിച്ചു. gave എന്നത് give നൽകുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് നൽകി. a bundle of sticks എന്നാൽ ഒരു കെട്ട് കമ്പുകൾ. ബണ്ടിൽ എന്നാൽ കെട്ട്, സ്റ്റിക്സ് എന്നാൽ കമ്പുകൾ. One day he called his sons and gave them a bundle of sticks. ഒരു ദിവസം അയാൾ മക്കളെ വിളിക്കുകയും അവർക്കൊരു കെട്ട് കമ്പുകൾ നൽകുകയും ചെയ്തു. He asked them to break the bundle. Each son tried but failed. കെട്ട് ഒടിക്കാൻ അയാൾ അവരോട് ആവശ്യപ്പെട്ടു. ഓരോ മകനും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. asked എന്നത് ask ആവശ്യപ്പെടുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ആവശ്യപ്പെട്ടു. to break എന്നാൽ ഒടിക്കാൻ അല്ലെങ്കിൽ പൊട്ടിക്കാൻ. each son എന്നാൽ ഓരോ മകനും. tried എന്നത് try ശ്രമിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് ശ്രമിച്ചു. try ശ്രമിക്കുക, tried ശ്രമിച്ചു. failed എന്നാൽ പരാജയപ്പെട്ടു. അപ്പോൾ he asked them to break the bundle. Each son tried but failed. എന്നതിന് കെട്ട് ഒടിക്കാൻ അയാൾ അവരോട് ആവശ്യപ്പെട്ടു. ഓരോ മകനും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്ന അർത്ഥം വരുന്നു. Then he untied the bundle and gave each son a single stick. എന്നിട്ട് അയാൾ കെട്ടഴിക്കുകയും ഓരോ മകനും ഓരോ കമ്പ് നൽകുകയും ചെയ്തു. Then എന്നാൽ എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട്. untied എന്നത് untie കെട്ടഴിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് കെട്ടഴിച്ചു. gave എന്നാൽ നൽകി. a single stick എന്നാൽ ഒരൊറ്റ കമ്പ്. അപ്പോൾ then he untied the bundle and gave each son a single stick. എന്നിട്ട് അയാൾ കെട്ടഴിക്കുകയും ഓരോ മകനും ഓരോ കമ്പ് നൽകുകയും ചെയ്തു. Now break them, he instructed. They broke them easily. ഇപ്പോൾ അവ ഒടിക്കുക, അയാൾ നിർദ്ദേശിച്ചു.
അവർക്കത് എളുപ്പത്തിൽ ഓടിക്കാൻ കഴിഞ്ഞു. നൗ എന്നാൽ ഇപ്പോൾ. ഇൻസ്ട്രക്റ്റഡ് എന്നാൽ നിർദ്ദേശിച്ചു. ബ്രോക്ക് എന്നത് ബ്രേക്ക് ഒടിക്കുക എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഒടിച്ചു. ബ്രേക്ക് ഒടിക്കുക, ബ്രോക്ക് ഒടിച്ചു. ഈസിലി എന്നാൽ എളുപ്പത്തിൽ. നൗ ബ്രേക്ക് ദം, ഹി ഇൻസ്ട്രക്റ്റഡ്. ദേ ബ്രോക്ക് ദം ഈസിലി. ഇപ്പോൾ അവ ഒടിക്കുക, അയാൾ നിർദ്ദേശിച്ചു. അവർക്കത് എളുപ്പത്തിൽ ഓടിക്കാൻ കഴിഞ്ഞു. The father explained, United, you are strong. Divided, you are weak. പിതാവ് വിശദീകരിച്ചു, ഒന്നിച്ചു നിന്നാൽ നിങ്ങൾ ശക്തരാണ്, ഭിന്നിച്ചു നിന്നാൽ നിങ്ങൾ ദുർബലരാണ്. എക്സ്പ്ലെയിൻഡ് എന്നാൽ വിശദീകരിച്ചു. യുണൈറ്റഡ് എന്നാൽ ഒന്നിച്ച അല്ലെങ്കിൽ ഐക്യപ്പെട്ട. സ്ട്രോങ് എന്നാൽ ശക്തൻ. ഡിവൈഡഡ് എന്നാൽ ഭിന്നിച്ച. വീക്ക് എന്നാൽ ദുർബലൻ. അപ്പോൾ ദ ഫാദർ എക്സ്പ്ലെയിൻഡ്, യുണൈറ്റഡ് യു ആർ സ്ട്രോങ്, ഡിവൈഡഡ് യു ആർ വീക്ക്. പിതാവ് വിശദീകരിച്ചു, ഒന്നിച്ചു നിന്നാൽ നിങ്ങൾ ശക്തരാണ്, ഭിന്നിച്ചു നിന്നാൽ നിങ്ങൾ ദുർബലരാണ്. ഇനി നമുക്ക് ഈ കഥ ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. An old farmer had 4 sons who always argued. He worried about their future if they stayed divided. One day, he called his sons and gave them a bundle of sticks. He asked them to break the bundle. Each son tried but failed. Then he untied the bundle and gave each son a single stick. Now break them, he instructed. They broke them easily. The father explained, United, you are strong. Divided, you are weak. അപ്പോൾ ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റി ഇസ് സ്ട്രെങ്ത്. ഒരുമയാണ് ശക്തി. ഇതൊരു വളരെ ലളിതവും എന്നാൽ ശക്തവുമായൊരു ഗുണപാഠമാണ്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുമയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അല്ലേ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും പ്രതിസന്ധികളെ നേരിടാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഒരുമിച്ച് നിന്നാൽ ഏതു വലിയ വെല്ലുവിളിയെയും നമുക്ക് മറികടക്കാൻ കഴിയും. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സമൂഹത്തിലായാലും ഐക്യത്തോടെ പ്രവർത്തിക്കുന്നത് വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കും. പരസ്പരം സഹായിച്ചും പിന്തുണച്ചും മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ ശക്തി പല മടങ്ങ് വർദ്ധിക്കും. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, ഒരുമയാണ് ബലമെന്ന്. ഈ കഥയും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏതു പ്രതിസന്ധിയെയും നേരിടാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കഥയും അതിലെ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കണേ. ഇതുപോലുള്ള കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ബൈ.